നിരോധിച്ചാൽ ഉപയോഗിക്കുന്നവരുള്ളപ്പോൾ എന്തും നിരോധിച്ചാൽ അവർ രഹസ്യമായ ജീവിതമായിരുന്നു. ഒരു അണ്ടർ വേൾഡ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അണ്ടർ വേൾഡ് എന്നുള്ള വാക്കൊക്കെ തന്നെ ഉണ്ടായല്ലോ. യൗവനമുള്ള മുഴുവൻ ആൾക്കാർ ജീവിതം എക്സ്പെരിമെന്റ് ചെയ്യാനും പറഞ്ഞത് ചെയ്യുക അല്ലാത്തതൊക്കെ ചെയ്യണം എന്ന് തോന്നുന്ന കാലം. മദ്യം ഉപയോഗിച്ചവർ മുഴുവനും റോഡിൽ കിടക്കാറുണ്ട്. AK കണ്ണ് ഞാൻ എഴുതി കൊടുത്തതാണ് ചെയ്യരുതെന്ന്. അരിയും ഗോതമ്പും കൊടുക്കുന്നതിൻ്റെ കൂടെ MDMA കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അവനെ വായിക്കാതെ ഞാൻ തെളി കയറി കൊടുത്തു. പോലീസുകാർ പിടിച്ചിട്ടൊന്നുമില്ല, നമ്മളെല്ലാം കുറ്റം ചെയ്യായിരുന്നു. ജനാധിപത്യത്തിൽ സെൻസർഷിപ്പ് പാടില്ല. ചരിത്രം മാറ്റുന്നവന്മാരുടെ സെൻസർ ബോർഡല്ലേ ഉണ്ട്. ദൈവത്തിനെ ആരാധിക്കാൻ ആരാ പഠിപ്പിക്കും? രാജാക്കന്മാർ പഠിപ്പിച്ചതാണ്. തോർ എന്ന് പറയുന്ന ദൈവത്തിനെ വിളിക്കാറുണ്ട്. അപ്പോളോ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളല്ലേ. 30-40 വയസ്സ് ചത്തോണ്ടിരുന്ന മനുഷ്യന്മാർ 80 വയസ്സ് വരെ ജീവിക്കുന്നു. ഭഗവത്ഗീത വായിച്ചാൽ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും? ബൈബിൾ വായിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും? ഖുർആൻ വായിച്ചാൽ ഇത് ഉണ്ടാക്കാൻ പറ്റും? ഭരണഘടനയാണോ നമ്മൾ വായിക്കേണ്ടത്? ഒരു നാട്ടിലെ ദൈവം വേറെ നാട്ടിലില്ലാത്തത് മനുഷ്യരുണ്ടാക്കിയതുകൊണ്ട്. ഈ ലോകത്ത് ജീവിക്കാനായിട്ടുള്ള എന്തറിവാണ് അതിനകത്തുള്ളത്? മൂക്കെ പിടിച്ചതിലൂടെ കാറ്റ് കയറ്റി വിട്ടാൽ നീ രക്ഷപ്പെടുമെന്ന് പഠിപ്പിക്കുക. ഇതൊക്കെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അയൽക്കാരനോട് സമ്മതിക്കണം, സ്നേഹിക്കണം. വിവരമുള്ളൊരു ദൈവം. വേദവാക്യം. ഈ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു ജയിൽ മേധാവി ഈ അടുത്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പണ്ട് കാലങ്ങളിൽ ഈ ഒരു നിശ്ചിത സമയത്ത് അവർ ഈ ജയിൽ നിവാസികൾക്ക് കൂലിയായിട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് ആ പൈസ കൊണ്ടുപോയി ചായ, സ്നാക്സ്, അതിനൊപ്പം ചില പോയില്ല ബീഡി, സിഗരറ്റ് ഒക്കെ മേടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നെ ഈ പൊതുസ്ഥലത്ത് നിരോധനം വന്നപ്പോഴത്തേക്ക് അവിടെ അത് നിരോധിച്ചു. ആ നിരോധനം ഏർപ്പെടുത്തിയ ശേഷവും ശക്തമായി ഈ സാധനങ്ങൾ വരുന്നുണ്ട്. ആളുകൾ പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പുറത്ത് കോടതിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവർ പറ്റുന്നിടത്തൊക്കെ ഒളിച്ച് കളത്തുന്നുണ്ട്. ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇത് കുറയുന്നില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് ജോലിഭാരം കൂടുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഇത് തപ്പി നോക്കണം, ഇത് കണ്ടെടുക്കണം, ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇത് അനുവദിക്കണമെന്നാണ് പുള്ളി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഈ ഒരു അർത്ഥത്തിലല്ലേ നിരോധനമൊന്നും അല്ല പ്രായോഗികത എന്ന് മൈത്രേയനും പറയുന്നത്. ഒരു സാധനം നിരോധിക്കുക, നിരോധിച്ചാൽ ഉപയോഗിക്കുന്നവരുള്ള നാട്ടിൽ എന്തും നിരോധിച്ചാൽ അവർ രഹസ്യമായ ജീവിതം ആരംഭിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളായിരുന്നെന്നുണ്ടെങ്കിൽ ആരുമില്ല അവിടെ. ഇപ്പം നിരോധനത്തിൻ്റെ യുക്തിയില്ല. നിങ്ങൾക്ക് സാധനം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നിങ്ങളെ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഉപയോഗിക്കേണ്ടതെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിഷേധിക്കപ്പെട്ട രഹസ്യമായിട്ടത് സംഘടിപ്പിക്കാൻ നോക്കും. രഹസ്യമായിട്ട് നിങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കുമ്പോൾ നിരോധിക്കപ്പെട്ട സാധനത്തിന് വില കൂടും. കാരണം ഇത് രഹസ്യമായിട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ വില കൂടും. വില കൂടുമ്പോൾ ആ വിലയ്ക്ക് അനുസരിച്ചിട്ട് ഇവർ കാശ് കൊടുക്കാൻ ബാധ്യത വരും. മിക്കവാറും ആ കാശ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റാതെ ആയിരിക്കുമ്പോൾ അവരിത് വിൽക്കാൻ തുടങ്ങും. ആ വിൽക്കുക എന്ന് പറയുന്ന സാധനം അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ വിൽക്കുന്നത്. ഉപയോഗിക്കുന്നവർ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കത്തേ ഇല്ല. കാരണം അവരെങ്ങനെങ്കിലും ഇത് വെപ്പിക്കും. ഇപ്പോൾ ലോട്ടറി വിൽക്കാനായിട്ട് വീടുകളിലെല്ലാം ആൾക്കാർ വരത്തില്ലേ. അപ്പോൾ നമ്മൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോട്ടറി വിൽക്കുന്നത് ഒരു കടയിലാണ് വിൽക്കുന്നതെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ പോയിട്ട് മേടിക്കത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരാളെത്തി എനിക്ക് പഠിക്കാൻ പോകാനായിട്ട് നിങ്ങളിത് മേടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കും. അത് നമുക്ക് ആ ലോട്ടറി താല്പര്യമില്ലെങ്കിലും മേടിക്കും. അഗ്രസീവായ സെല്ലിങ് ഉണ്ടാകും. രഹസ്യമായിട്ട് വിൽക്കാൻ തുടങ്ങും. വലിയ പണം ഉണ്ടാകുന്ന സമയത്ത് അതിനുണ്ടാക്കാൻ തന്നെ നമ്മൾ വിൽപ്പനക്കാരായിട്ടും മാറും. ഇത് രഹസ്യമായിട്ട് ചെയ്യേണ്ടി വരുന്ന കാരണം കൊണ്ട് ക്രിമിനൽ ഗ്യാങ്സ് ആയിട്ട് ആൾക്കാർ മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തോട്ട് വരും. കാരണം വലിയ പണവുമുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു അണ്ടർ വേൾഡ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അണ്ടർ വേൾഡ് എന്നുള്ള വാക്കൊക്കെ തന്നെ ഉണ്ടായി ലോകത്ത്. അങ്ങനത്തെ ഒരു സ്ഥലം അങ്ങുണ്ടാകും. അതിന് വ്യാപകമായിട്ട് വിൽക്കപ്പെടും. അതിനകത്ത് ഉപയോഗിക്കുന്നവരും കൂടെ ചേർന്ന് വിൽപ്പനക്കാരായി മാറും. പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കുക. പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കുന്ന ആരെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഏറ്റവും വൾണറബിൾ എന്ന് നമ്മൾ പറയുന്ന, സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാതിരിക്കുന്ന, എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിനകത്ത് ആഭിമുഖ്യം ഉണ്ടാകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു 12 വയസ്സ് തൊട്ടുള്ള 18 വയസ്സുള്ള ആൾക്കാരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു പ്രായമാണ്. നിഷേധിക്കപ്പെട്ടതെല്ലാം ചെയ്യാൻ തോന്നും. അത് ആ ജീവിതം എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന പ്രായമാണത്. ഇതുകൊണ്ടാണ് ഈ സ്കൂൾ കുട്ടികളുടെ അടുത്ത് ഇത് എത്തുന്നത്. അവർ
രഹസ്യമായിട്ട് വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ ബാധ്യത വരും. അവർക്ക് വരുമാനമില്ലല്ലോ. അവർക്ക് വരുമാനം മോഷ്ടിക്കും. കള്ളം പറഞ്ഞും മോഷ്ടിച്ചും പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിയെ ഉണ്ടാക്കി ഇത് ഉപയോഗിക്കുന്നതായി കഴിഞ്ഞാൽ അഡിക്ഷൻ ഉള്ളത് കാരണം കൊണ്ട് അവർക്കത് ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനെ നിരന്തരം മുഴുവൻ പേരും കൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെത്തും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ലോട്ടറി വേണമെന്ന് ഒരു കടയിൽ വിൽക്കുന്ന ലോട്ടറിക്കാരനെ വിൽക്കുന്ന സ്ഥലത്ത് ആവശ്യമുള്ള ഒരാൾ മാത്രമേ പോകത്തുള്ളൂ, വേറെ ആരും പോകത്തില്ല. ഇതങ്ങനെയല്ല, അഗ്രസീവ് സെയിൽസ് നടക്കും. ലോകത്തുള്ള മുഴുവൻ പേരും ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെടുന്നിടത്തും പലതരത്തിലായിരിക്കും അത്. നിങ്ങൾ മേടിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ കഞ്ഞി മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ലോട്ടറി വയ്ക്കാൻ പോകുന്ന അതേ ആൾക്കാർ പറയുന്ന പോലുള്ള വരികളെല്ലാം ഇവരും പറയും. അങ്ങനെ പ്രലോഭനങ്ങളുടേതായ ലോകം മുഴുവൻ ഉണ്ടാകും. യൗവനമുള്ള മുഴുവൻ ആൾക്കാരും ജീവിതം എക്സ്പെരിമെൻ്റ് ചെയ്യാനും പറഞ്ഞത് ചെയ്യുക അല്ലാത്തതൊക്കെ ചെയ്യണമെന്ന് തോന്നുന്ന കാലത്ത് അവർ ടാർഗറ്റഡ് പോപ്പുലേഷനായിട്ട് മാറും. ഇതാണ് നിരോധനത്തിനകത്തുണ്ടാകുന്നത്. ഒരു സമൂഹത്തിനെ മുഴുവൻ കുറ്റവാളികളാക്കാനേ മാത്രമേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. അതേസമയത്ത് നിരോധനങ്ങളില്ലാതിരിക്കുകയാണെങ്കിൽ ഈ സാധനം പോപ്പുലർ മാർക്കറ്റിലുണ്ടാവും, ആവശ്യമുള്ളവർ മാത്രമേ പോവുള്ളൂ. എന്നും ഒരു 100 പേരിലുള്ളത് 20% ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും. അവരെ നമുക്ക് നിയമം കൊണ്ടോ ശിക്ഷ കൊണ്ടോ ഒക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ബാക്കി 50% പേര് ഉപയോഗിക്കത്തില്ല. ഇപ്പോൾ സിഗരറ്റും മദ്യവും എല്ലാം നാട്ടിൽ വിൽക്കപ്പെടുന്നതല്ലേ, എല്ലാവരും വലിക്കുകയും എല്ലാവരും കഴിക്കേണ്ടതല്ലേ. ഇവർ പറയുന്ന കണക്ക് അങ്ങനെ അതാണല്ലോ. ലഭ്യമായാൽ എല്ലാവരും ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മദ്യം കഴിക്കാത്ത ഒരാൾ പോലും കേരളത്തിൽ കാണത്തില്ല. മദ്യം കഴിക്കാത്തവരെങ്ങനെ കേരളത്തിലുണ്ടാകും? സ്ത്രീകളിൽ 95% മദ്യം കഴിക്കാത്തവരല്ലേ. അതെങ്ങനെ ഉണ്ടാവും? സുലഭമായി കിട്ടുന്നതല്ലേ, എന്താ കഴിക്കാത്തത്? ഇതൊക്കെ പറയണ്ടേ? അതെ. അപ്പോൾ ഈ മയക്കുമരുന്ന് അത് മാറ്റത് മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാവരും മേടിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. കുറച്ച് പേരെ ഇത് ഉപയോഗിക്കുകയുള്ളൂ. 1 തവണയോ 2 തവണ ഉപയോഗിക്കുന്നവരുണ്ടാകും. 1 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അങ്ങനെ ലോകത്തൊരു സാധനമില്ല. ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള ഒറ്റ തവണ ഉപയോഗിച്ചാൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാത്തവരുടെ കഥയാണ്. ഈ അമ്മൂമ്മ കഥ പറയുന്നത്. നമുക്ക് രഹസ്യമായ ലോകം ഉണ്ടായാൽ വ്യാപകമായി ഉപയോഗിക്കുന്നവരായി. അതേ അഗ്രസീവ് സെയിൽസും ഉണ്ടാകും. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അഡിക്ഷൻ ഉണ്ടായ ഇപ്പോൾ 100 പേര് മദ്യം കഴിക്കുന്നു, 10 പേര് അമിത മദ്യപാനികളാകത്തുള്ളൂ, ബാക്കി 90 പേര് അമിത മദ്യപാനികളാകത്തില്ല. അല്ല, മദ്യം ഉപയോഗിച്ചവർ മുഴുവനും റോഡിൽ കിടക്കാറുണ്ട്. ഇല്ല ഇല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. ഇതുപോലെ നമ്മൾ അറിയേണ്ടത്. യൂറോപ്പിലൊക്കെ കംപ്ലീറ്റ് വീടുകളിനകത്ത് മദ്യമുള്ളതാണ്. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും നശിച്ചു പോകണ്ടേ? അമ്മമാരാണല്ലോ ഈ നന്മയുള്ള ഇവരെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടുത്തെ കൊള്ളാവുന്ന മലയാളികളെ മുഴുവൻ ഭരിക്കുന്നത് ഈ യൂറോപ്പിലുള്ള ആൾക്കാരല്ലേ. ഈ പറയുന്ന മുഴുവൻ ഇത് തന്നെ ശുദ്ധ അസംബന്ധമായി ഈ പറയുന്ന മുഴുവൻ. 20% പേര് എന്തരം നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയാലും ശരി ഉപയോഗിക്കും. അവരെ നിയന്ത്രിക്കാൻ കുറച്ച് നിയമങ്ങളൊക്കെ വേണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ നിരോധനത്തിൻ്റെ യുക്തി കൂടുതൽ പേര് ഉപയോഗിക്കുന്നിടത്തെത്തും. ഞാനിത് ഈ നിരോധനത്തിൻ്റെ സാധനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഞാനിത് എഴുതിയതും പറയുകയും ചെയ്തതാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്. AK ആൻ്റണി കണ്ണി ഞാൻ എഴുതി കൊടുത്തതാണ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, ചാരായം നിരോധിക്കരുത്. കേട്ടില്ല. ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ തുടങ്ങിയപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത രാജ്യമാണ് ഇപ്പോൾ ഈ കേരളം. ഇവിടെ ഇങ്ങനെ അധികം ആൾക്കാർ തിന്നുന്നുണ്ടെങ്കിൽ നിരോധിച്ചുകൊണ്ട് മാത്രം. നമ്മൾ റേഷൻ കടയിൽ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാറുണ്ട്. അരിയും ഗോതമ്പും കൊടുക്കുന്നതിൻ്റെ കൂടെ MDMA കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇവന്മാരൊക്കെ എന്തോ ഈ പറയുന്നത്? അല്ലേ, ഈ ഇടയ്ക്കൊക്കെ പലരുടെയും സംസാരം കേട്ടാത്തോന്നുന്നു പ്രോത്സാഹിപ്പിക്കുന്ന അവൻ്റെ വായിക്കകത്ത് ഞാൻ തെളി കയറ്റി കൊടുത്തോ എന്നാണ് പറയുന്നത്. എന്തോ ഈ പറയുന്നത്? ഈ പറയുന്നവന്മാരെന്തോ ഈ പറയുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇത്തരത്തിലുള്ള ഈ വിശാലമായ ഒരു അർത്ഥമാണ് മൈത്രി. വിശാലമായ അർത്ഥത്തിൻ്റെ പ്രശ്നമല്ല, മര്യാദയില്ലാതെ വല്ലവനെ വായിക്കകത്ത് കയറി സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. തലയിൽ മുണ്ട് വിട്ട് കള്ളുഷാപ്പിൽ പോകുന്നവനും അയലത്തെ വീട്ടിൽ പോയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവനുമാണ് ഈ പറയുന്നവൻ. അവൻ നല്ല ആളാണെന്ന് അഭിനയിക്കാൻ വേണ്ടിയാണ് എന്നെ ചീത്ത പറയുന്നത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ആക്ഷേപിച്ച് പറയുന്നവനെല്ലാം കുറ്റവാളികളാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ.
അല്ലാതെ വേറെ ഒന്നും. ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ഇത്രയും സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ ഇറക്കാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പുസ്തകങ്ങൾ, ചില സിനിമകൾ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം അടർത്തിയെടുത്തിട്ട് ഇത് ഭയങ്കര വിവാദമാണ്. അതിൽ മതപരമായ സെൻസറിങ്, ഭരണകൂടത്തിൻ്റെ സെൻസറിങ് എന്ന് വേണ്ട, ഒരു സെൻസർഷിപ്പ്, ആ ഒരു ആമനെ പേരിട്ടിട്ട് ഇത് ചിലപ്പോൾ വലിച്ചു കീറുന്നു, ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നു, വിവാദങ്ങളാകുന്നു. ഈ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക, അതിനെക്കുറിച്ച് മൈത്രേൻ്റെ ഒരു കാഴ്ചപ്പാട്. സെൽഫ് സെൻസറിങ് ആണ് ആവശ്യം. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും കൊല്ലാനൊരു പ്ലാനുണ്ടോ? ഇല്ല. അതെന്താ, പോലീസിനെ പിടിച്ചിട്ടാണ്? ആ ഭയം കൊണ്ട് മാത്രമല്ലെന്ന് തോന്നുന്നു. അത്തരം അങ്ങനെ ഞാൻ ഈ ചോദ്യം കേൾക്കുന്നവരെ ചിന്തിച്ചിട്ടേ അത് തന്നെ ഇത്ര ലളിതമാണ്. നമ്മളിങ്ങനെ കുറ്റം ചെയ്യാനായിട്ട് എല്ലാവരോടും ഇരിക്കുമൊന്നുമല്ല. ഈ പോലീസുകാർ പഠിച്ചിട്ടൊന്നുമല്ല നമ്മളെല്ലാം കുറ്റം ചെയ്യാതിരിക്കും. നമുക്കൊക്കെ പരസ്പരം സാമാന്യ മര്യാദ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതുണ്ട്, വീടുകളിൽ നിന്ന് പഠിപ്പിക്കുന്നതുണ്ട്. അതിനേക്കാളും വലുതാണ് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും, മര്യാദയ്ക്ക് എങ്ങനെ പെരുമാറണമെന്ന്. ആ ഒരിക്കൽ അങ്ങനത്തെ സെൽഫ് സെൻസറിങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നവരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്താലാണ് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നതെന്നും എന്ത് ചെയ്താൽ സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തി ചെയ്യുന്നതാണ്. ഒരു പുസ്തകം എഴുതുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. അല്ലാതെ സെൻസർഷിപ്പ് ബോർഡും ഒന്നും വേണ്ട. അത് വല്ലവനെ ഭരിക്കാനായിട്ട് ആലോചിക്കുന്നതിൻ്റെ യുക്തി. അത് ജനാധിപത്യത്തിൽ സെൻസർഷിപ്പ് പാടില്ലാത്ത, സെൽഫ് സെൻസർ ചെയ്യുക, ബാക്കിയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത. നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് ആ ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാശിനുള്ളാത്ത സ്കൂളിന് അത് പഠിക്കുന്നുണ്ട്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് എഴുതി പാസ്സാകുന്ന പാർട്ടികളല്ലേ, കാണാ പിടിച്ച് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന് ഉത്തരം മാത്രം കാണാ പിടിച്ച് പരീക്ഷ എഴുതുന്ന പാർട്ടികളൊക്കെ. അവനെല്ലാം ഇതൊക്കെ വേണ്ടി വരും, പരീക്ഷയൊക്കെ വേണം, അവിടെ പിന്നെ മോണിറ്റർ ചെയ്യാൻ ആൾ വേണ്ടി വരും. ഉത്തരവാദിത്തത്തോടുള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം. ഇത് ആൾക്കാർ ഒരു നാട്ടിനകത്തുള്ള ജൂറി സിസ്റ്റം എന്ന് പറയുന്ന സാധനമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ജഡ്ജി കഥയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പബ്ലിക്കായിട്ടൊരു പ്രിവ്യൂ വയ്ക്കുന്ന സമയത്ത് എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിക്കുക. ആ സമയത്ത് എന്തെങ്കിലും ഇത് നാടിന് ഗുണമുള്ളതല്ല എന്ന് അവിടെ വോട്ടിടാൻ പറ്റും. അത്രയും പ്രിവ്യൂ വെച്ചിട്ട് കുറച്ച് നമുക്ക് നമ്മുടെ നോട്ടത്തിന് നമുക്ക് അയാൾക്ക് വാദിക്കേണ്ടതുണ്ട്. എടുത്ത ആളിൻ്റെ ഉദ്ദേശം ആദ്യം ഫസ്റ്റ് പ്രിവ്യൂ വെച്ചിട്ട് ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ്. ഈ സിനിമയെപ്പറ്റി വ്യത്യസ്തരായ ആൾക്കാരെ എല്ലാം തന്നെ വിളിച്ചിട്ട് എന്നിട്ട് അവിടെ ഒരു ഡിസ്കഷൻ നടക്കാവുന്നതാണ്. അതിനുശേഷം ഒരു വോട്ടിടാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വല്ലതും കട്ട് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അവർ തന്നെത്താൻ ചെയ്താൽ മതി. ഇത് അങ്ങനെയാണ് സെൻസറിങ്. സെൻസറിങ് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ വേണ്ടി വരും. അത് മറ്റുള്ളവരുടെ അഭിപ്രായം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ബോർഡ് ഉണ്ടാക്കി കാശും കൊടുത്ത് കള്ളും മേടിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന സെൻസർ ബോർഡിൻ്റെ യുക്തിയൊന്നും വേണ്ട. ജാതിയും മതവും ഇവിടുത്തെ ആളുകളെ വെട്ടിക്കൊല്ലാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ സെൻസർ ബോർഡല്ലേ ഉണ്ടാകുന്നത്. നേരത്തെ ഇയാൾ പറഞ്ഞ ചരിത്രം മാറ്റുന്നവരുടെ സെൻസർ ബോർഡല്ലേ ഉണ്ടാകുന്നത്. അതൊന്നും ഒരു പ്രയോജനമില്ലാത്തതാണ്. അതൊന്നും ഉണ്ടാക്കാൻ അനുവദിച്ചു പോലും കൂടാത്തതാണ്. പക്ഷേ സെൽഫ് സെൻസറിങ് നടത്താം. അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ ചെയ്യുക. പൊതുവായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞ സാധനം വയ്ക്കാൻ പറ്റും. നമുക്ക് നാട്ടിലുള്ള ഒരു 100 പേര് കാണാവുന്നതാണ്. അവർക്കൊക്കെ അത് കാണാൻ കയറുന്ന ആൾക്കാർ അഭിപ്രായം എഴുതാൻ ഒരു ബാധ്യത അങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ മതി. ഇത് സിനിമ കണ്ട് സെൻസർ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് അത്രയും പേരെ ആയിട്ട് അവരുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം എടുക്കാൻ ക്രോഡീകരിക്കുക. നമ്മൾ നമ്മൾ കാണാതിരിക്കുന്ന വശങ്ങളൊക്കെ ചിലപ്പോൾ ആൾക്കാർ കണ്ടെന്ന് വരും. അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് നോക്കാം. അത്രയും ഒക്കെ ചെയ്യാവുന്നതാണ്. അത് പുതിയ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ വേണ്ടി വരും. അത് ഒരു കാറ് പോലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാരത് ഓടിച്ചിട്ട് ഇത് അത്ര ശരിയല്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അങ്ങനെയാണല്ലോ സെയിൽസൊക്കെ കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഹിറ്റാകുന്നുണ്ടാവും. അപ്പോൾ അതിനെന്തിനാണ് സെൻസറിങ്? ഒരാവശ്യമില്ല. ഹിറ്റായ ഒരു സാധനത്തിനെ സെൻസർ ചെയ്യേണ്ട കാര്യം ഒരാവശ്യമില്ല. സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ല. അപ്പം ആ നിലവാരത്തിലുള്ള ഒരു മേഖല നമുക്ക് ആക്കാം. അതൊക്കെ നമുക്ക് ഇനിയും കണ്ടെത്താവുന്നതാണ്. എങ്ങനെയാണത് ഒന്ന് നമ്മൾ പരിശോധിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും പ്രയോജനമാണ്. 80% പേരുടെ ഒപ്പീനിയൻ പാസ് മാർക്കിലുള്ളതാണെങ്കിൽ കണിശമായിട്ട് അത് കാണിക്കാൻ അവകാശപ്പെട്ട ഒരു കഷ്ണം മുറിക്കേണ്ടതിന് ആവശ്യമില്ല. 100 പേരും സർട്ടിഫിക്കറ്റ് തരുന്ന സാധനം ഒരു കാലത്തും ഉണ്ടാകത്തില്ല. അത് അത്രയും നമ്മൾ അറിയേണ്ടത്. ഭൂരിപക്ഷ തീരുമാനം അത് ഈ കാര്യത്തിനകത്ത് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പ്രിവ്യൂ അത് കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ആ പ്രിവ്യൂവിന് വേണ്ട സമൂഹത്തിനകത്തു നിന്നുള്ള ഇൻവൈറ്റഡ് ആയ ആൾക്കാരെ തന്നെ ഇരുത്തുക. ഇത് കണ്ട് പരിചയവും ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനുമുള്ള ആളുകളെ മുഴുവൻ ഇരുത്തി എന്നിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു
സെൻസറിങ്, നമുക്ക് വേണമെങ്കിൽ സെൽഫ് സെൻസറിങ്ങിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്ന. ഈ ശാസ്ത്രത്തിൽ പ്രപഞ്ചോൽപത്തി, പക്ഷേ അടുത്ത സമയത്ത് മൈത്രേൻ്റെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുമ്പോഴത്തേക്കും അതിവിടെ ഉണ്ടായിരുന്നു, അതിന് ചില പരിണാമങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പല സിദ്ധാന്തങ്ങളും ഉണ്ടല്ലോ, ശാസ്ത്ര സിദ്ധാന്തങ്ങളുണ്ട്. പിന്നെ യുക്തിയെ കൃത്യമായി, ശാസ്ത്രത്തെയും യുക്തിയെയും മുൻനിർത്തിയിട്ട് ദൈവവിശ്വാസം, അതിനെ എക്സ്ട്രീമിൽ മൈത്രേയൻ പൊളിച്ചെടുക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. ഇതേ എക്സ്ട്രീമിലാണ് അയുക്തി കൊണ്ടിട്ട് അവർക്കൊറ്റ തിയറിയുള്ളൂ, വിശ്വാസിക്ക് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് മാറ്റം സംഭവിക്കുമോ? അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമോ? ജനാധിപത്യം പഠിപ്പിക്കാത്തതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടേ മദ്രസയിലും സെമിനാരിലും ഗുരുകുലങ്ങളിലും മതപാഠശാലകളിലും കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ അവരിതൊക്കെ ആലോചിക്കുന്നു. അവിടെ എങ്ങനെ വിടുന്നു? ഈ മതം എന്തിനാണ് പഠിപ്പിക്കുന്നത്? സ്കൂൾ തുടങ്ങിയല്ലേ. ഭരണഘടന വായിക്കേണ്ട സ്ഥലത്ത് ഭരണഘടന വായിക്കാത്ത സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിനെ ആരാധിക്കാൻ ആരാ പഠിപ്പിക്കുന്നത്? രാജാക്കന്മാർ പഠിപ്പിച്ചതാണ്. ജാതി മേലെ കീഴ് ജാതി സമ്പ്രദായം നിലനിർത്താൻ വേണ്ടിയാണ്, ദൈവം പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഉണ്ടായത്, ദൈവമാണ് ഇങ്ങനെ മനുഷ്യരെ ഉണ്ടാക്കിയെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർ പഠിപ്പിക്കുന്നത്. അത് നമ്മളെന്തിനാണ് പഠിപ്പിക്കുന്നത്? ഇയാൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിക്കകത്ത് ഈ ദൈവവിശ്വാസം ആവശ്യമുണ്ടോ? ക്യാമറ കൈകാര്യം ചെയ്യുന്നിടത്ത് സിനിമ എടുക്കുമ്പം ഈ സിനിമ വിജയിക്കുമെന്ന് അറിഞ്ഞിട്ടുള്ള സകല കുട്ടിച്ചാത്തനെയും സേവിക്കാൻ എല്ലാവരും കൂടെ പോകുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അതല്ലാതെ വേറെ എന്തിനകത്താണ് ഉള്ളത്? നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിക്കകത്ത് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നു, ഒരു കൃഷി നടത്തുന്നു, ഇവിടെയൊക്കെ എന്തുവാണ് മീൻകറി വയ്ക്കുന്നത്, ഇവിടെ എന്തുവാണ് ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യം? എന്ത്? ഉപ്പിട്ട് കൂടിപ്പോയാൽ അയ്യോ എന്ന് നിലവിളിക്കുമെന്ന് പറയുന്നത് അതെല്ലാം പഠിപ്പിക്കുന്നതുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഉരുളക്കിഴങ്ങ് ഇട്ട ഉപ്പ് കുറയ്ക്കാൻ പറ്റുമെന്ന് പഠിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഒരു കിഴി കെട്ടി ചോറ് അതിനകത്ത് വെച്ചാൽ ഉപ്പ് കുറയുമെന്ന് പഠിച്ചാൽ പോരെ? അല്ലാതെ അതിന് അയ്യക്കാവെന്ന് നിലവിളിക്കേണ്ട കാര്യമുണ്ട്? ഒരാവശ്യമില്ല. ഇത് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്താണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞിട്ട് തോർ എന്ന് പറയുന്ന ദൈവത്തിനെ വിളിക്കാറുണ്ട്? ഇല്ല. കേട്ടതിനെയല്ലേ വിളിക്കുന്നുള്ളൂ. അല്ലാതെ അപ്പോളോ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്, സ്യൂസ് ദൈവമേ എന്ന് വിളിക്കാറുണ്ട്? ഒന്നും വിളിക്കുന്നില്ലല്ലോ. വീട്ടുകാരും നാട്ടുകാരും കൂടെ പറഞ്ഞു തരുന്നതുകൊണ്ട് മാത്രം വിളിക്കുന്ന സാധനമല്ലേ. വേറെ ഏതെങ്കിലും ജീവി വിളിക്കുന്നുണ്ടോ? ഇത് മനുഷ്യർ പഠിപ്പിച്ചുണ്ടാക്കുന്ന സാധനം മാത്രമേ. അല്ലാതെ രാവിലെ എണീറ്റിട്ട് ബൈബിൾ വായിക്കണം, ഖുറാൻ വായിക്കണം, ഭഗവത്ഗീത വായിക്കണം, രാമായണം വായിക്കണം പഠിപ്പിക്കാതെ ആരെങ്കിലും വായിക്കാറുണ്ട്? പഠിപ്പിച്ചിട്ട് തന്നെ ആരും വായിക്കുന്നില്ലല്ലോ. അപ്പോൾ നിലവിൽ ഇത് ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളല്ലേ. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇനി തിരിച്ചറിഞ്ഞിട്ടില്ല. ആ തിരിച്ചറിയാനാണ് ഈ പറയുന്നത്. സ്കൂളിനകത്ത് ഇപ്പോൾ രാവിലെ ഇപ്പോഴും സർവ്വമത പ്രാർത്ഥനയാണ്. ദൈവമാണ് ലോകം ഉണ്ടാക്കിയെന്ന് പാടിയതിന് ശേഷം പോയിട്ട് പരിണാമം എങ്ങനെ പഠിക്കും? ഫിസിക്സ് പഠിപ്പിക്കുന്നിടത്ത് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇതൊക്കെ പണ്ട് കാലത്ത് വേറെ പണിയൊന്നുമില്ലാത്ത മനുഷ്യന്മാർക്ക് ലോകം എങ്ങനെ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലേ. നമുക്കിന്ന് ജനറ്റിക്സ് അറിഞ്ഞൂടെ? ഇനി ജന്മം വേണോ? ജന്മസിദ്ധാന്തം ഇന്ന് ആവശ്യമുണ്ടോ? ജനറ്റിക്സ് അറിഞ്ഞൂടെ? ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്ത് ഈ പ്രാരബ്ധമൊക്കെ മാറ്റിക്കളയാവുന്ന ലോകത്തല്ലേ നമ്മളുള്ളത്. 30-40 വയസ്സ് ചത്തുകൊണ്ടിരുന്ന മനുഷ്യന്മാർ 80 വയസ്സ് വരെ ജീവിക്കുന്നില്ലേ? അതൊക്കെ എങ്ങനെ വന്നത്? പ്രാർത്ഥിച്ചിട്ടാണ്. ഇയാൾ വെറുതെ എന്ന് പറയാം, ഒരു കാര്യമില്ല, ഒരു പ്രയോജനം ഇല്ലാത്ത. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾ കണ്ണാടി വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരും കണ്ണാടിക്കകത്ത് നമുക്ക് കാഴ്ചയ്ക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് കണ്ണാടി വെച്ച് പരിഹരിക്കലേ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഇയാളുടെ കണ്ണ് നേരെ ആവുമോ? ഒരിക്കലും ഇല്ല. ലളിതമല്ലേ ഇടൂ. ഈ മുറിക്കകത്ത് എന്തെല്ലാം വസ്തുക്കൾ ഇരിപ്പുണ്ട്. ഗ്ലാസ് ഉണ്ട്, മേശയുണ്ട്, കസേരയുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന മുഴുവനില്ലേ, ക്യാമറയുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഭഗവത്ഗീത വായിച്ചാൽ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ബൈബിൾ വായിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഖുറാൻ വായിച്ചാൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒരു മൊട്ടുസൂചി ഉണ്ടാക്കാനുള്ള അറിവ് അതിനകത്തില്ല. അതുകൊണ്ടാണ് ഈ കാശിനുള്ളാത്ത സാധനം ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. പണ്ടിത് ആളുകളെ മേല് കീഴ് അനുസരണയോടെ വളർത്താൻ വേണ്ടി പഠിപ്പിക്കുന്ന സാധനമാണിത്. നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിക്കുന്നതാണ്. അതിനാണ് ഈ സാധനങ്ങളെല്ലാം പഠിപ്പിച്ചത്. ഭരണഘടനയ്ക്കകത്ത് നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിക്കുന്നുണ്ടോ? ദൈവത്തിനെ ആരാധിക്കാൻ പറയുന്നുണ്ടോ? ഭരണഘടനയാണോ നമ്മൾ വായിക്കേണ്ടത്? ഞാൻ അത്രയായി പറയുന്നേ. അല്ല, ദൈവത്തിനെ ആരാധിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് തുല്യരായിട്ട് പെരുമാറാൻ പറ്റും? താൻ തന്നെ ആലോചിച്ച് നോക്കി, എങ്ങനെ തുല്യരായിട്ട് പെരുമാറാൻ പറ്റും? കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരു വശത്തോടെ പഠിപ്പിച്ചതിന് ശേഷം മറുവശത്ത് മനുഷ്യർ തുല്യരാണെന്ന് എങ്ങനെ പഠിപ്പിക്കും? ഏത് കാരണം കൊണ്ടാണ് തുല്യരായിട്ട് പിന്നെ പറയും? നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണെന്നാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യർ വ്യത്യസ്തരാണ്. ഒരാളെപ്പോലെ ഒരാൾ ലോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, 20 വയസ്സായവനോ 80 വയസ്സായവനോ ഒരു ഓട്ടേ ഉള്ളെന്ന് പറയുന്ന പോലെ, പണമുള്ളവനും പണമില്ലാത്തതിനും ഒരു ഓട്ടമാണെന്ന് പറയുന്ന പോലെ,
തുല്യത പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. അല്ലാതെ ദൈവം ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ കാണുന്ന ദൈവത്തിന് 2 കൊടുക്കേണ്ടി വരത്തില്ലേ? മര്യാദയില്ലാതെ ഉണ്ടാക്കിയെന്നല്ലേ പറയാനൊക്കത്തുള്ളൂ. അല്ലാതെ അങ്ങനെ ഉണ്ടാക്കിയത് ഒന്നിനെ തിന്നുന്ന ഒരു ലോകം ഉണ്ടാക്കുമോ വിവരമുള്ളൊരു ദൈവം? എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ താൻ ഇത് കാണുന്നതിനെല്ലാം പിടിച്ച് തിന്നുന്ന ഒരുത്തനല്ലേ താനേ? നെല്ല് തിന്നണ്ടേ? നെല്ല് വേറെ നെല്ലുണ്ടാകാനുണ്ടായതല്ലേ? തനിക്ക് തിന്നാനാന്ന്? ലോകത്ത് തിന്നാനായിട്ട് ആകെ ഉണ്ടായ 2 സാധനമേ ഉള്ളൂ. അത് പഴങ്ങളാണ്. അതിൻ്റെ കുരു തിന്നാനുണ്ടായിട്ടുള്ളത്, കുരു വേറെ കിളിക്കാനുള്ള. അല്ല കപ്പലിൻ്റെ അങ്ങ് തിന്നാൻ പറ്റിയ ഉണ്ടാകുന്നതല്ല, കപ്പലിൻ്റെ വേറെ ഉണ്ടാകുന്നതാണ്. പൂവിനകത്തെ തേന്, ഈ 2 സാധനം ഈ പ്രപഞ്ചത്തിനകത്ത് തിന്നാനുണ്ടായിട്ടുള്ളൂ. അത് രണ്ടും നിന്ന് നമുക്ക് 2 കൂടെ ജീവിക്കാൻ പറ്റുമോ? ഈ ബാക്കിയുള്ള ജീവികളെ മുഴുവൻ പിടിച്ച് തന്നിട്ട് വളർന്ന പാർട്ടികളല്ലേ നമ്മൾ വേണ്ടിവരും. ഇത് വിവരമുള്ള ഒരുത്തനാന്ന് ഇങ്ങനെ ഉണ്ടാക്കുമോ? തന്നെ തിന്നാനും കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തിന്നാൻ തുടങ്ങിയാൽ എനിക്ക് വിഷമം വരത്തില്ലേ? ഇങ്ങനെ എല്ലാത്തിനും തിന്നുന്ന കാര്യത്തിലല്ലേ നമ്മളുള്ളത്. ഇതൊക്കെ വിവരമുള്ള ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കുമോ ഇങ്ങനെ? അതുകൊണ്ടാണ് ഇത് അസംബന്ധം പിടിച്ച ലോകത്തിനെ പറ്റി ഒരു വിവരമില്ലാത്ത കാലത്ത് മനുഷ്യരുണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇതുകൊണ്ടാണ് ഒരു നാട്ടിലെ ദൈവം വേറെ നാട്ടിലില്ലാത്തത്, മനുഷ്യരുണ്ടാക്കിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലായിടത്തും വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ല എന്ന് പറയുന്ന പോലെ ഇത് സാധനം ഒരുപോലാക്കാൻ പറ്റുമോ? അപ്പം തന്നെ കാണരുതോ? അതുകൊണ്ട് മനുഷ്യർ പണ്ട് കാലത്ത് വിവരമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഈ സങ്കല്പം എന്ന് നമുക്കിന്ന് അറിയാം, പണ്ട് അറിഞ്ഞൂടാ. പിന്നെ ഇതിൻ്റെ മേളിൽ ഈ കടിച്ചു പിടിച്ച് എല്ലാം കൂടെ കിടക്കുന്നതിൻ്റെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞില്ല, ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ. ഇന്നെന്ത് കാരണം കൊണ്ടാണ് പറയുന്നത്? ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും അറിവുണ്ടാകുമോ അതിനകത്തുനിന്ന്? നമ്മൾ സ്പെഷ്യലാണ്, ദൈവം നമ്മളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്നല്ലേ അതിനകത്ത് പഠിപ്പിക്കത്തുള്ളൂ. ചോസൺ ഫ്യൂ എന്നൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്? ഈ ലോകത്ത് ജീവിക്കാനായിട്ടുള്ള എന്തറിവാണ് അതിനകത്തുള്ളത്? ലോകത്തു നിന്ന് രക്ഷപ്പെടാനല്ലയോ ബുദ്ധൻ സഹിതം പറഞ്ഞിട്ടുള്ളത്? ജീവിതം ദുഃഖമാണ്, 8 വഴിയുണ്ടെന്ന് പറഞ്ഞ് ഒരുത്തൻ പറയുക. വേറെ തന്നെ ആണെങ്കിൽ മൂക്കെ പിടിച്ച് ഇതിലൂടെ കാറ്റ് കയറ്റി വിട്ടാൽ നീ രക്ഷപ്പെടുമെന്ന് പഠിപ്പിക്കുക. ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അറിവ് അതിനകത്ത് എവിടെ ഉള്ളത്? ഇപ്പോൾ യേശു ക്രിസ്തു നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ വരിയുണ്ടെന്ന് പറയും. ഇതല്ലേ ഇങ്ങനല്ലേ പറയുന്നത്? എന്നിട്ട് അത് സ്നേഹിക്കുകയും ഒരു ചെള്ളക്കടിച്ചാൽ മറയുള്ള കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അയാൾ എങ്ങനെ കുരിശിൽ പോകും? രണ്ടും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അയൽക്കാരനെ സ്നേഹിച്ചിട്ടില്ലേ? ഉണ്ട്. ചെള്ളയും കാണിച്ചിട്ടുണ്ടാവുമല്ലോ. 2 ചെള്ളയ്ക്ക് അടി കൊടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? 3ാമത്തെ ചെള്ളയുണ്ടോ? ഇല്ല. അപ്പോൾ എന്തോ ചെയ്യും? അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് തീർക്കാൻ ഒക്കത്തില്ല. അതിനാണ് ജനാധിപത്യ പൗരന്മാരെ ഉണ്ടാക്കണം. അല്ല ചെള്ള കാണിച്ചു കൊടുത്തൊന്നും പരിഹരിക്കാനൊക്കത്തില്ല. അയൽക്കാരനോട് സമ്മതിക്കണം സ്നേഹിക്കണമെങ്കിൽ. അത് കുട്ടിക്കാലത്ത് അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും. അല്ല അയൽക്കാരനെ അയൽക്കാരെ എല്ലാം അന്യരെ എല്ലാം വെറുക്കാൻ പഠിപ്പിച്ചിട്ട് അതിനുശേഷം സ്നേഹിക്കാൻ പോയാൽ അവൻ സമ്മതിക്കത്തില്ല. ഇയാൾ പോയി ട്രംപിനെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചാൽ സമ്മതിക്കുക? ഇയാൾ ഇല്ല. അത്രയും ലളിതം. അയാൾ ക്രിസ്ത്യാനിയല്ലേ? അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അത്. അതുകൊണ്ടാണ് അന്ന് പഠിപ്പിച്ച ഒരു സാധനവും പ്രയോജനമില്ലാത്തതുകൊണ്ടാണ് ഭരണഘടന ഉണ്ടാക്കേണ്ടി വന്നത്. എങ്ങനെയാണിത് ചെയ്യേണ്ടത്, എത്തിക്സ് എന്താണെന്നൊക്കെ അതിനകത്തുണ്ട്. അത് പഠിപ്പിക്കുക വേണ്ടത്. അല്ലാതെ മതം പഠിപ്പിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് ആൾക്കാരെല്ലാവരും കൂടി തമ്മി ചേരുമോ എന്ന് കണ്ടുപിടിച്ചുവിടുക. തമ്മി ചേരാൻ ഒക്കാതാക്കി കളയുന്ന പണിയാണത്. നമ്മൾ സ്പെഷ്യലാണ്, നമ്മുടെ ദൈവം നമ്മളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് പഠിപ്പിക്കുന്നതാണ് അതെല്ലാം. ഈ ഒരു വേദവും ഇന്ത്യയിലെക്കാരൻ്റെ 4 വേദവും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഇലിയഡും ഒഡീസിയും ബൈബിളും ഖുറാനും തോറായും ഗിൽഗാമേഷിൻ്റെ കഥയും ഇതെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കി ഒരു മുട്ടുതൂതി ഉണ്ടാക്കാനുള്ള അറിവ് അതിനകത്തില്ല. ആർക്കും അറിഞ്ഞൂടാത്ത ഇയാൾ വീലുണ്ടാക്കിയ ഒരുത്തൻ്റെ പേര് പറ. വീല് കണ്ടുപിടിച്ചവൻ്റെ പേര് പറയൂ. അറിയില്ല. അറിഞ്ഞൂടാ. പിച്ചാത്തി കണ്ടുപിടിച്ചവൻ്റെ പേര് പറ. അറിയില്ല. കുടം കണ്ടുപിടിച്ചവൻ്റെ പേര് പറ. അറിയില്ല. ഇതാണ് ഈ ലോകം മാറ്റിയവരുടെ പേര് നമുക്ക് അറിഞ്ഞൂടാ. ഈ കഴുതകളെ മുഴുവൻ പേരറിയാം. ഒരു പ്രയോജനമില്ലാത്തവന്മാർ, നാട്ടുകാരെ പരിചയന്മാരുടെ പേര് മാത്രമേ നമുക്കറിയാവൂ. നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജീവിതം ഇയാൾ ഞാൻ പറഞ്ഞ ഈ മുറിക്കകത്തിരിക്കുന്ന ഈ പൂട്ട്, ഈ ഇലക്ട്രിസിറ്റി, ഈ കാണുന്ന കമ്പ്യൂട്ടർ, ഇത് മുഴുവൻ ഉണ്ടാക്കില്ല. ഈ ഗ്ലാസ്, ഇവരെ ആരെയും നമുക്ക് അറിഞ്ഞു. ഇവിടെ ഇപ്പം നമ്മൾ ഉഷ്ണമില്ലാതിരിക്കുന്നത് ഈ എയർ കണ്ടീഷൻ ചെയ്തുകൊണ്ടാണ്. പകുതി വായിച്ചാൽ എയർ കണ്ടീഷനിങ് ഉണ്ടാകത്തില്ല. പ്രയോജനരഹിതമായ പുസ്തകങ്ങളായതല്ല. ഇതെല്ലാം കൂടെ എന്തിനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അയലത്തുള്ളവനെ സ്നേഹിക്കാൻ പറയുന്നത്. എങ്ങനെ സ്നേഹിക്കാൻ? അന്യനാണ് അവൻ, ശരിയല്ലെന്ന് പഠിപ്പിച്ചതിന് ശേഷം യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രേകന്മാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറയും. ആവർത്തിച്ച് അയാൾ ഇവിടെ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓം എന്നൊക്കെ കുത്തിയിരുന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്, അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊക്കെ. ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യമില്ലാത്ത പണിയാണ്. അതുകൊണ്ടാണ് ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളാണ് ഇതെല്ലാം. അതൊന്നും പഠിപ്പിച്ചോ ഈ ആളുകളെ ഭരണഘടന പഠിപ്പിക്കുകയും
അതിനനുസരിച്ചിട്ട് മനുഷ്യരെങ്ങനെ ജീവിക്കണം, തുല്യരായിട്ട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇത് ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതുണ്ട്. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പ്രശ്നം അനുഭവിക്കുന്നത്. അല്ലാതെ മനുഷ്യർ തമ്മിൽ ചേരാനായിട്ടുള്ള ഏറ്റവും വലിയ സംവിധാനമാണ് ഈ തുല്യത എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ആധുനിക മനുഷ്യരുടെ ഏറ്റവും വലിയ വേദവാക്യം. പള്ളിയിലും അമ്പലത്തിലൊക്കെ എന്താ പഠിപ്പിക്കുന്നു? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പള്ളി കാശുണ്ടാവുള്ളൂ. ഓം ഹ്രീം ഹ്രീം ക്രൂം എന്നൊക്കെ പറഞ്ഞിട്ട് കിരീടവും കുന്തവും ചെങ്കോലും ഒക്കെ പിടിച്ചിട്ടാണല്ലോ ഈ തിരുമേനിമാരൊക്കെ നടക്കുന്നത്. വെടിയുണ്ട കയറാത്ത കാറിനകത്ത് യാത്ര ചെയ്യുന്ന പോപ്പിനെയല്ലേ കാണുന്നത്. എന്താണ് വായിക്കൊള്ളാത്ത കുറെ പേരുമായിട്ട് കുറെ പേര് നടക്കുമല്ലോ. എൻ്റെ ദൈവം ഞങ്ങളെ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് എല്ലാ ദൈവവും. മറ്റുള്ളവരുടെ ഒരു വിശ്വാസം അവർക്ക്. ജനാധിപത്യപരമായി പരസ്പര ബഹുമാനത്തോടെ ആൾക്കാർ പെരുമാറണം. ഞാൻ വേദാന്തം പഠിച്ചിട്ടുണ്ട്, മാർക്സിസം പഠിച്ചിട്ടുണ്ട്, ഫെമിനിസം പഠിച്ചിട്ടുണ്ട്, പോസ്റ്റ് മോഡേണിസം പഠിച്ചിട്ടുണ്ട്, എവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ സംവിധാനത്തിനകത്ത് ഈ ചോദ്യം കാർൽ മാർക്സ് പറയുന്ന പോലെ അല്ലാതെ ഈ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് വിലയ്ക്ക് മേടിക്കപ്പെട്ടു പോയ സയന്റിസ്റ്റുകൾ. ഈ പറയുന്ന ഒരുത്തൻ്റെയും ഒരു വേദപുസ്തകം ആവശ്യമില്ല, കാശിന് കൊള്ളാത്തതാണ്.